രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും അടിയുറച്ചതാണ് വിവാഹബന്ധം. പരസ്പരമുള്ള വിട്ടുവീഴ്ചയല്ല, പരസ്പരം നൽകുന്ന ആദരവാണ് ഇത് ഊഷ്മളമാക്കി മുന്നോട്ടു പോകാൻ സഹായിക്കുന്നത്. പഴയ കാലങ്ങളിൽ വിവാഹമോചനം എന്നത് അപൂർവമായി സംഭവിക്കുന്ന ഒരു സംഗതിയായിരുന്നുവെങ്കിൽ ഇപ്പോഴത് അങ്ങനെയല്ല. വിദ്യാഭ്യാസ സമൂഹം സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാണ്. ടോക്സിക്കായി തോന്നുന്ന ഒരു ബന്ധത്തിലും ആരും നിലനിൽക്കേണ്ടത് ഒരു ആവശ്യ ഘടകമല്ല. വിവാഹം പോലെ തന്നെ വിവാഹമോചനവും സാധാരണം തന്നെയാണ്. രണ്ടുപേർ വേർപിരിയാൻ തീരുമാനമെടുത്താൽ അത് അവരുടെ വ്യക്തിപരമായ തീരുമാനം തന്നെയാണ്. അതിൽ മൂന്നാമന്റെ അനാവശ്യ കൈകടത്തൽ ആവശ്യമില്ല. സ്ത്രീകൾ വിദ്യാസമ്പന്നരായതും അവകാശങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവതികളായതും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ജോലിയുള്ളവരായതും വിവാഹത്തിന്റെ പേരിൽ ഏത് ദുരിതവും സഹിക്കാൻ തയ്യാറല്ല എന്ന നിലപാടിലേക്ക് എത്താൻ അവരെ സഹായിച്ചിട്ടുണ്ട്. വിവാഹ ബന്ധങ്ങൾ വേർപിരിയാനുള്ള കാരണങ്ങളിൽ ഒന്ന് സ്വത്ത് തർക്കവും സ്ത്രീധനത്തിന്റെ പേരിലുള്ള ഭിന്നതകളും തന്നെയാണ്. സ്ത്രീധനം ചോദിക്കുന്നതും വാങ്ങുന്നതും നിയമപരമായി നിരോധിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ സമൂഹത്തിൽ നിർബാധം നടന്നുവരുന്ന ഏർപ്പാടാണ് സ്ത്രീധനം എന്നത് കാണാതിരുന്നുകൂടാ. വിവാഹ സമയത്ത് സ്ത്രീ കൊണ്ടുവരുന്ന സ്വത്തിൽ പൂർണ്ണ അവകാശം ഭർത്തൃ വീട്ടുകാർക്കാണെന്ന ഒരു തെറ്റായ ധാരണ സമൂഹത്തിൽ പ്രബലമായി നിലനിൽക്കുന്നുണ്ട്. സ്ത്രീ കൊണ്ടുവരുന്ന സ്വർണം അന്യാധീനപ്പെടുന്നതിന് ശേഷം വിവാഹമോചനത്തിന് ഒരുങ്ങുന്നവരും കുറവല്ല. മിക്കവാറും വിവാഹമോചന കേസുകളിലും കൂടുതൽ സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നത് പെണ്ണിന്റെ വീട്ടുകാർക്കാണ്. ഇതും വിവാഹമോചനങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കുന്ന ഒരു പ്രധാന കാരണമാണ്. ഈ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വിധി വളരെ പ്രസക്തമാണ്. വിവാഹ സമയം സ്ത്രീ കൊണ്ടുവരുന്ന സ്വത്തിനുമേൽ ഭർത്താവിന് ഒരു നിയന്ത്രണവും ഇല്ലെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വർണ്ണമെടുത്ത് ഉപയോഗിച്ചാലും അത് മടക്കി നൽകുവാനുള്ള ധാർമ്മിക ബാധ്യത പുരുഷന്മാരുണ്ടെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. കോടതി മുമ്പാകെ വന്ന കേരളത്തിൽ നിന്നുള്ള ദമ്പതികളുടെ വിവാഹമോചന കേസിൽ സ്വർണത്തിന് പകരമായി ഭാര്യയ്ക്ക് 25 ലക്ഷം രൂപ നൽകാനും കോടതി ഭർത്താവിന് നിർദ്ദേശം നൽകി. 2009 വിവാഹവേളയിൽ വീട്ടുകാർ നൽകിയ 89 പവൻ സ്വർണം സുരക്ഷിതമായി സൂക്ഷിക്കാനാണെന്ന് പറഞ്ഞ് ആദ്യ രാത്രി തന്നെ ഭർത്താവ് വാങ്ങിയെന്നും പഴയ കടം വീട്ടാൻ ഭർത്തൃമാതാവ് പിന്നീട് ഈ സ്വർണം ദുരുപയോഗം ചെയ്തെന്നുമാണ് സ്ത്രീ പരാതി നൽകിയത്. 2011 സ്ത്രീയുടെ വാദം ശരിവെച്ച കുടുംബ കോടതി നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് ഭർത്താവും ഭർത്തൃമാതാവും സ്വർണം ദുരുപയോഗം ചെയ്തെന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഹൈക്കോടതി വിധിച്ചത്. തുടർന്നാണ് പരാതിക്കാരി സുപ്രീം കോടതിയെ സമീപിച്ചത്. വസ്തുതകൾ നീതിപൂർവം പരിഗണിച്ച് വിധി എഴുതുന്നതിൽ ഹൈക്കോടതി പരാജയപ്പെട്ടെന്ന നിരീക്ഷണത്തോടെയാണ് വിവാഹ സമയത്ത് സ്ത്രീക്ക് സ്വന്തം കുടുംബത്തിൽ നിന്നും ലഭിക്കുന്ന സ്വത്ത് ഭാര്യയുടെയും ഭർത്താവിന്റെയും തുല്യ സ്വത്തല്ലെന്നും അതിന്മേൽ ഭർത്താവിന് സ്വതന്ത്ര അധികാരമില്ലെന്നും സുപ്രീം കോടതി വിധിച്ചത്. സ്ത്രീധനം പൂർണ്ണമായും സ്ത്രീയുടെ സ്വത്താണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ഉന്നത കോടതിയുടെ ഈ വിധി തുടർന്നുണ്ടാകുന്ന വിവാഹമോചന കേസുകളിൽ മാർഗദർശനമായി മാറേണ്ടതാണ്.